അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് ചിക്കനാണ്. ഇന്ന് ചിക്കൻ ഷവായി കണ്ടില്ലേ. ഇന്നത്തെ സ്പെഷ്യൽ സോസ് ഒഴിക്കുക. ഏതാ ഓരോന്നിൻ്റെ മസാല റെഡിയാക്കി കൊടുക്കും. മഷ്റൂം, ചോറ്, വെജിറ്റബിൾ, കുറച്ച് ഉള്ളി ഫ്രൈ ആണ് കേട്ടോ ബിരിയാണിക്ക്. ഇത് മട്ടനാണ്. പണികളൊക്കെ സ്റ്റാർട്ടിങ് ആണ്. മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ചിനാണ്. പിസ്സ, മഷ്റൂം, ബ്രെഡ്, അങ്ങനെ എല്ലാ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാ അടുപ്പിലൊക്കെ കുറച്ചിരിപ്പുണ്ട്. ഇന്ന് പണിക്കാർക്ക് ഒരു സ്പെഷ്യൽ മട്ടനാണ് കേട്ടോ. മട്ടൻ കറിയാണ്. പിന്നെ ഇത് ഒരു പാസ്തയ്ക്കുള്ള മസാലയാണ്. പാസ്ത പുഴുങ്ങുന്നുണ്ട്. എല്ലാവരും ചോറൊക്കെ ആയിക്കോട്ടെ. ലസാണിയ കേട്ടോ. ലസാണിയ, പാസ്ത, വെജിറ്റബിൾ. ഓക്കെ. പാസ്തയ്ക്ക്, അതായത് പാസ്ത മസാല വെച്ചിട്ട് ഷീറ്റ് നിരത്തി വെച്ചിട്ട് അതിന് മീതെ സോസ് ഒഴിക്കണം കേട്ടോ. അതിലെ സോസൊക്കെ ഒഴിക്കുക. അതിന് മീതെ കുറച്ച് ചീസ് അങ്ങനെ തൂറ്റുക. ചന്താർ ചീസ്, കുറച്ച് മൊസറല്ല ചീസ്. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചെടുക്കുക കേട്ടോ. സെറ്റാക്കി കേട്ടോ. ഇത് അറബിയിൽ വെജിറ്റബിൾ ലസാണിയ എന്ന് പറയും കേട്ടോ. ഷീറ്റ്, പാസ്ത ഷീറ്റ് വെച്ചാണ്. അപ്പോൾ നമുക്കിത് ഓവനിൽ വെച്ചെടുക്കാം. നമ്മൾ ഓവൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇവിടെ നിൽക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് എന്തായാലും ചുവന്ന് വരുള്ളൂ. ഓക്കെ. ഫ്രഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ചീസ് ഇങ്ങനെ മടക്കുക. ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ലേ, ചുവന്നു വന്നു. അപ്പോൾ ഒരൈറ്റം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല. ഓവനിൽ കൊണ്ട് അടുത്ത് പിസ്സ ഓവനിൽ കയറ്റണം കേട്ടോ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ആയിക്കൊണ്ടിരിക്കുകയാണ്. സമൂസ കീമ കിട്ടില്ലേ. കിട്ടുന്നത് പിസ്സ. അതെ, മട്ടൻ കുസ്ത അല്ലേ. അപ്പോൾ അടുത്തത് സാൻഡ്വിച്ച് കിട്ടണം കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ച് കിട്ടുന്നതാണ്. സോസൊക്കെ ഒഴിച്ച് കുക്കീസ് വെച്ച് മടക്കുക. പണികളൊക്കെ കഴിഞ്ഞ് നോമ്പ് 29 കേട്ടോ. ഇനി മിക്കവാറും നാളെ ഒരു നോമ്പ് കൂടെ കാണും. അത് കഴിഞ്ഞാൽ നമ്മുടെ നോമ്പിൻ്റെ ഡ്യൂട്ടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി സാധാ ഡ്യൂട്ടികൾ കാണും. എത്ര പെട്ടെന്ന് ഒരു മാസം പോയെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഇത് മുസക്കൻ സാൻഡ്വിച്ച് എന്ന് പറയും കേട്ടോ അറബിയിൽ. ചിക്കൻ റോൾ ചിലയിടത്ത് പറയും. കുബൂസിൽ സോസ് തേച്ചിട്ട് ഇങ്ങനെ ചിക്കൻ മസാല ഇത് വയ്ക്കുക. ഇതോടെ തീർന്നില്ല കേട്ടോ. ഇനി ഇതിനെ ഓവനിൽ വെച്ച് ശകലം ഉലുവ തേച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കും. ഇപ്പോഴേ പൂർത്തിയാകും കേട്ടോ. അങ്ങനെ എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്.